സത്യമേവ ജയതേ, സത്യം ജയിക്കണം, സത്യം മാത്രമേ ഇവിടെ ജയിക്കുവാൻ പാടുള്ളൂ. ഓം അസതോമാ സദ്ഗമയ തമസ്സോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്നാണ്. അത് ഹിന്ദുവാകട്ടെ, മുസൽമാനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, മനുഷ്യനാണോ ആ മനുഷ്യജാതികൾക്കെല്ലാം ശാന്തിയും സമാധാനവും ഉണ്ടാകണമേ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. മരക്കൊമ്പിൽ ഇണചേർന്നിരുന്ന ക്രൗഞ്ചപ്പക്ഷികൾ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയ കാട്ടാളനോട് മാ നിഷാദ, അരുത് കാട്ടാള അരുത് എന്ന് മാനിഷാദ പാടിയ വാൽമീകി മഹർഷി പ്രദാനം ചെയ്യുന്ന ഹൈന്ദവ മതം. 18 പുരാണങ്ങളും രചിച്ചിട്ട് തൃപ്തി വരാതെ വ്യാസമഹർഷി മഹാഭാരതം രചിച്ചു. മഹാഭാരതം എടുത്ത് പരിശോധിച്ചാൽ, രാമായണം എടുത്ത് പരിശോധിച്ചാൽ, ഉപനിഷത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ വാക്കുകളിലോ വരികളിലോ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന, മതവികാരം ഉണ്ടാക്കുന്ന, മതവികാരമിളക്കി വിടുന്ന വാക്കുകളോ വരികളോ നമുക്ക് കാണാൻ കഴിയില്ല. നിത്യവും തന്റെ തലയ്ക്ക് മീതെ മാലിന്യങ്ങൾ കൊണ്ട് വിതറിയ ജൂതപ്പെണ്ണ് രോഗിണിയായപ്പോൾ രോഗസന്ദർശനം നടത്തിയ ആ ജൂതപ്പെണ്ണിന് വേണ്ടി പ്രാർത്ഥിച്ച അന്ത്യപ്രവാചകൻ പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും വാക്കുകളിലോ വരികളിലോ വചനങ്ങളിലോ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന, മതവികാരമിളക്കിടുന്ന വാക്കുകളോ വരികളോ നമുക്ക് കാണുവാൻ കഴിയില്ല. എന്നിട്ടും ഇവിടെ മതസ്പർദ്ധ ഇളക്കി വിടുക. അബ്ദുൽ നാസർ മദനി എന്ന ഇസ്ലാം മത പണ്ഡിതന്റെ ഒപ്പം ഞാൻ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ, ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ പേരിൽ, അബ്ദുൽ നാസർ മദനിയെ സ്നേഹിക്കുന്നു എന്നതിന്റെ പേരിലൊക്കെ ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ, സംഘപരിവാർ ശക്തികളുടെ വെട്ടേറ്റ് 18 സ്റ്റിച്ച് എന്റെ വലത് മുട്ടിന് താഴെ ഉണ്ടായിരുന്നു 2010. ഒന്നും രണ്ടുമല്ല, ഏകദേശം 10-28 ദിവസം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്നു. അപ്പൊ അവരൊക്കെ വിചാരിച്ചത്, സംഘപരിവാർ ശക്തികൾ വിചാരിച്ചത് അബ്ദുൽ നാസർ മദനിയുടെ വലതുകാല് പോയി, സംഘപരിവാർ ശക്തികൾ ബോംബെറിഞ്ഞ് തകർത്തു. അബ്ദുൽ നാസർ മദനിക്കൊപ്പം നടക്കുന്ന എന്റെ വലതുകാൽ ഇവിടെ നഷ്ടപ്പെടുത്തുവാൻ ശ്രമിച്ചു. പക്ഷേ ദൈവം സാക്ഷി അനുഗ്രഹിച്ചു. ആ സ്റ്റിച്ചോടുകൂടി പിന്നെ ആക്രമണങ്ങളിൽ നിന്ന് അവർ പിന്മാറി. കാരണം എന്താ, ഇനി എന്ത് ചെയ്തിട്ടും കഥയില്ല, അതായത് അയാളെ കൊല്ലുക, അതായത് എന്നെ കൊല്ലുക, അല്ലാതെ നിവർത്തിയില്ല. പക്ഷേ എന്റെ സഹോദരങ്ങളോട് പറയുവാനുള്ളത്, ഈ മർദ്ദിത സമൂഹത്തിന് വേണ്ടി, അബ്ദുൽ നാസർ മദനി എന്ന മർദ്ദിത പോരാളിക്ക് വേണ്ടി എന്റെ ശ്വാസമാണ് കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കുവാനും തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാൻ അബ്ദുൽ നാസർ മദനിയുടെ പിറകെ നിൽക്കുന്നത്. ഇനി മരണം വരെ അങ്ങനെ തന്നെയായിരിക്കും. വേറൊരു ചിന്ത എന്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകുകയില്ല. താൻ ചെയ്ത തെറ്റെന്തോന്നു പോലും അറിയാതെ, കുറ്റമെന്തോന്നു പോലും അറിയാതെ, എല്ലാം അല്ലാഹുവിൽ മാത്രം അർപ്പിച്ചുകൊണ്ട് അങ്ങകലെ കർണാടകയിലെ ഒരു ജയിലിന് തുല്യമായ ഒരൊറ്റ മുറിയിൽ ആ മനുഷ്യൻ കേരളത്തിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്, നീതി തേടി. അബ്ദുൽ നാസർ മദനി ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന്റെ, പിന്നോക്ക വിഭാഗത്തിന്റെ മത ന്യൂനപക്ഷങ്ങളുടെ ആശയും ആവേശവുമായിരുന്ന അബ്ദുൽ നാസർ മദനി. അവർണ്ണനധികാരം, പീഡിതന് മോചനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്ന അബ്ദുൽ നാസർ മദനി രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കുവാൻ തന്റെ അവസാന തുള്ളി ചോര പോലും, തന്റെ അവസാന തുള്ളി രക്തം പോലും ഭാരത മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുമെന്ന് പറഞ്ഞ പ്രതിജ്ഞയെടുത്ത അബ്ദുൽ നാസർ മദനി. ത്രേതായുഗത്തിലെ അഹല്യെപ്പോലെ യാതനകളുടെയും വേദനകളുടെയും ഉരുക്കുമൂശയിൽ വെന്തെരിയുന്ന ഇവിടത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ആശ്വാസത്തിന്റെ നേർത്തുള്ളി പകർന്നുകൊണ്ട്, ഒറ്റക്കാൽ എടുത്തു വെച്ചുകൊണ്ട് ബഹുസ്വരതയുടെ മുന്നിലേക്ക് ഉയർത്തപ്പെട്ട അബ്ദുൽ നാസർ മദനി 1992 ഡിസംബർ 6
എന്റെ മുന്നിൽ നിൽക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളോട് ആ ദിവസം ഞാൻ അക്കമിട്ട് അടിവരയിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. 1992 ഡിസംബർ 6 ഉണ്ടോ? ഇല്ല. അന്നാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന ബാബറി പള്ളി സംഘപരിവാർ ശക്തികൾ തച്ചു തകർത്ത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയുന്നത്. ഇല്ലേ? അന്ന് അത് തെറ്റായിരുന്നു എന്ന് പറയുവാൻ ആർജവം കാണിച്ച, തന്റെ ഇടം കാണിച്ച ഒരൊറ്റ ആൺകുട്ടി മാത്രമേ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നുള്ളൂ. ആരാ? തലയിൽ തൊപ്പി വെച്ച, താടി വെച്ച, നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ള, 5 നേരവും നിസ്കരിക്കുന്ന, ഇവിടെ ഞാൻ അടിവരയിടുന്നു, 5 നേരവും നിസ്കരിക്കുന്ന ഒരു ഇസ്ലാം മത പണ്ഡിതനായ ജനാബ് അബ്ദുൽ നാസർ മദനി. 1000 പള്ളികൾ പൊളിച്ചാലും 1000 മദ്രസകൾ തകർത്തെറിഞ്ഞാലും അമ്പലമുറ്റത്തെ, ക്ഷേത്രമുറ്റത്തെ ഒരു പിടി മണ്ണ് പോലും വരരുത് മക്കളെ എന്ന് ഇന്നലകളിൽ നമ്മളോട് വിളിച്ചു പറഞ്ഞ അബ്ദുൽ നാസർ മദനി 1000 പള്ളികൾ പൊളിച്ചാലും 1000 മദ്രസകൾ തകർത്തെറിഞ്ഞാലും അമ്പലമുറ്റത്തെ, ക്ഷേത്രമുറ്റത്തെ ഒരു പിടി മണ്ണ് പോലും വരരുത് മക്കളെ എന്ന് നമ്മളെ ഉദ്ബോധനം ചെയ്യുന്ന അബ്ദുൽ നാസർ മദനി 1995 ഒക്ടോബർ മാസം 31 ആ ദിവസവും ഇന്ത്യയിലെ, കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ആ ദിവസവും ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. അന്നാണ് ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ സമാധി കൊള്ളുന്ന വർക്കലയിലെ ശിവഗിരി. ആ ശിവഗിരി സമാധിക്ക് മുകളിൽ സംഘപരിവാർ ശക്തികൾ തച്ചു തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ, ആ ശിവഗിരിയിൽ ചാതുർവണ്യം നടപ്പിലാക്കുവാൻ ശ്രമിച്ചപ്പോൾ, മനുസ്മൃതി നടപ്പിലാക്കുവാൻ ശ്രമിച്ചപ്പോൾ, ഇല്ല, ഇത് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമദ് ശാശ്വതീകാനന്ദ സ്വാമികളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട്, ആലുവാപ്പുഴയുടെ കയങ്ങളിൽ മൺമറഞ്ഞു പോയ ശാശ്വതീകാനന്ദ സ്വാമികൾ, ആ ശാശ്വതീകാനന്ദ സ്വാമികളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ആ ശിവഗിരി കുന്നുകൾക്ക് മുകളിൽ, പടികൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട്, ഒറ്റക്കാലിൽ ഉന്തി കയറി നിന്നുകൊണ്ട് ശ്രീമതി ശാശ്വതീകാനന്ദ സ്വാമികളുടെ കൈകളിൽ പിടിച്ചതുകൊണ്ട്, എന്റെ നെഞ്ചത്ത് വേണമെങ്കിൽ ചവിട്ടിക്കൊണ്ട് സവർണ ഫാസിസ്റ്റുകളെ, നിങ്ങൾക്ക് ഈ ശിവഗിരി സമാധിക്ക് മുകളിൽ കാവിക്കൊടി കെട്ടാമെന്ന് പറഞ്ഞ അബ്ദുൽ നാസർ മദനി. അയോധ്യയിലെ മരം കോച്ചുന്ന തണുപ്പത്ത് ആയിരക്കണക്കിന് ജനാധിപത്യ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട്, മതേതര വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് അയോധ്യ മാർച്ച് നടത്തിയ അബ്ദുൽ നാസർ മദനി രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കുവാൻ തന്റെ അവസാന തുള്ളി ചോര പോലും ഭാരത മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത അബ്ദുൽ നാസർ മദനി അൻവാശ്ശേരിയിലെ യതീം മക്കൾക്ക് ഉമ്മയായ അബ്ദുൽ നാസർ മദനി, ആ മർദ്ദിതപക്ഷ പോരാളി ഇന്ന് എവിടെയാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എവർക്കും അറിയാം. പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി നീതി നിഷേധിക്കപ്പെട്ട് എല്ലാവിധ ഭരണകൂട ഭീകരതകൾക്കും വിധേയനായ മനുഷ്യൻ എല്ലാ പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ട് കർണാടകയിലെ ഒരു ജയിലിന് തുല്യമായ ഒരൊറ്റ മുറിയിലാണ് മനുഷ്യൻ. നിങ്ങൾ ഓർക്കണം, 1998 മാർച്ച് മാസം 31 അന്നാണ് അബ്ദുൽ നാസർ മദനിയെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ നാസർ മദനിയെ എറണാകുളത്തുള്ള കല്ലൂരിലുള്ള വീട്ടിൽ നിന്നും, വസതിയിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത്. എന്റെ സഹോദരങ്ങളൊന്ന് ചിന്തിക്കണം, എന്റെ ഗുരുനാഥന്മാർ ഇത് കേൾക്കണം, മനസ്സിലാക്കണം. 1998 മാർച്ച് മാസം 31 ഒരു നൊട്ടോറിയസ് ക്രിമിനലായിട്ടോ, ഒരു തീവ്രവാദിയായിട്ടോ, ഒരു വിധ്വംസ പ്രവർത്തകനായിട്ടോ, മതമൗലികവാദിയായിട്ടോ, തീവ്രവാദ കേസിൽ അകപ്പെട്ടിട്ടോ, ബോംബ് സ്ഫോടന കേസിലോ അകപ്പെട്ടിട്ടോ അല്ല അന്ന് അറസ്റ്റ് ചെയ്യുന്നതാണോ? അല്ല. പിന്നെയോ 1992 കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയിൽ പ്രകോപനപരമായി സംസാരിച്ചു എന്ന് പറയുന്ന നമ്മുടെ സാധാ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ, ശാസ്താംകോട്ട പോലുള്ള സാധാ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു 100 രൂപ മാത്രം പെറ്റിയടിക്കുവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഒരു 70 രൂപ മാത്രം പെറ്റിയടിക്കുവാൻ സാധ്യതയുള്ള ഒരു പേപ്പർ കഷണം കാണിച്ചുകൊണ്ടാണ് 1998 മാർച്ച് മാസം 31 അറസ്റ്റ് ചെയ്യുന്നത്. കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി എന്ന് പറഞ്ഞുകൊണ്ടല്ലായിരുന്നു.
പിന്നെയോ 92-ൽ കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയിൽ പ്രകോപനപരമായി സംസാരിച്ചു എന്ന് പറയുന്ന ഒരു 100 രൂപ അല്ലെങ്കിൽ അന്ന് 70 രൂപ പെറ്റിയിടിക്കുന്നത്. ആ കേസിന്റെ പേരിലാണ് അബ്ദുൽ നാസർ മദനിയെ അന്ന് അറസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ഉണ്ടായത്? പിറ്റേ ദിവസം അദ്ദേഹത്തെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലുമായി കണക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ നേരെ തമിഴ്നാട്ടിലെ സേലം സെൻട്രൽ ജയിലിലേക്ക് കടത്തുകയായിരുന്നു. ഒരു ഇന്ത്യൻ പൗരനെ അറസ്റ്റ് ചെയ്താൽ 90 ദിവസങ്ങൾക്കകം ജാമ്യം കൊടുക്കണമെന്ന വ്യവസ്ഥ നിലനിൽക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്ന ആപ്തവാക്യം നിലനിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് 2 തരം പീനൽ കോഡുകളില്ലാത്ത, 2 തരം പൗരന്മാരില്ലാത്ത, 2 തരം നിയമ സംവിധാനങ്ങളില്ലാത്ത ഈ ഇന്ത്യ മഹാരാജ്യത്ത് അബ്ദുൽ നാസർ മദനി എത്ര കാലമാ ആ തമിഴന്റെ തടവറയിലിട്ട് പീഡിപ്പിച്ചത്? 10 വർഷക്കാലം ആ തമിഴന്റെ തടവറയിലിട്ട് പീഡിപ്പിച്ചു. എന്നിട്ട് എന്തെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. കണ്ടെത്തുവാൻ കോടതിക്കോ ഇവിടത്തെ നിയമ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞില്ല. പിന്നെ എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാം. അബ്ദുൽ നാസർ മദനിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന, നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്തുന്ന ആ മനുഷ്യനെ കുറിച്ച്, പ്രിയപ്പെട്ട ഉസ്താദിനെ കുറിച്ച് ഞാൻ പറയാതെ എന്റെ സഹോദരങ്ങൾക്കറിയാം. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും നിലനിൽക്കേണ്ട ഇന്ത്യ മഹാരാജ്യത്ത് നിരപരാധിയായ ഒരു മനുഷ്യനെ 10 വർഷക്കാലം ആ തമിഴന്റെ തടവറയിലിട്ട് പീഡിപ്പിച്ചു. കൊല്ലം ജില്ലയിലെ കുന്നത്തൂരിലെ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നിൽ മുതൽ പൊന്നുതമ്പുറാക്കന്മാർ ഇരിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിന്റെ മുന്നിൽ വരെ ഒരു 10 കാലം നീതി തേടിയുള്ള യാത്രയിലായിരുന്നു ഞാനും നിങ്ങളും. 10 വർഷക്കാലം ഞാനും നിങ്ങളും എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, വിനീതനായ എന്നെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. 1993-ൽ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. 1993 ഏപ്രിൽ മാസം 14-ന് ഇത് സോളിഡാരിറ്റി എന്ന നമ്മുടെ ഒരു സഹോദര സംഘടന തന്നെയാണ്, അവർ നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. 1993 ഏപ്രിൽ മാസം 14-ന് അബ്ദുൽ നാസർ മദനി അവർണ്ണനധികാരം പീഡിതന് മോചനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ജന്മം കൊടുക്കുമ്പോൾ 100% സവർണനായ ഞാൻ, അമ്പലമണികളുടെയും വേദമന്ത്രങ്ങളുടെയും വേദ മന്ത്രോച്ചാരണങ്ങളുടെയും ഇടയിൽ ജനിച്ചു വീണ ഞാൻ, അവർണ്ണനധികാരം പീഡിതന് മോചനം എന്ന മുദ്രാവാക്യം 100% സവർണനായ ഞാൻ, അബ്ദുൽ നാസർ മദനി എന്റെ കൈകളിൽ തന്ന ഉദയ സൂര്യന്റെ ശുഭ്രപതാക, ത്രിവർണ്ണ പതാക 1993-ൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് അന്ന് കടന്നു വന്നത്. വർഷം 3 പതിറ്റാണ്ട് 30 വർഷങ്ങൾ പിന്നിടുന്നു. ഈ ഏപ്രിൽ 14 ആകുമ്പോൾ 30 വർഷം പിന്നിടുന്നു. അബ്ദുൽ നാസർ മദനി ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട്, എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട്, എന്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉൾപ്പെടുത്തിയിട്ട് 30 വർഷങ്ങൾ പിന്നിടുന്നു. നിങ്ങളുടെ മുന്നിൽ, എന്റെ സഹോദരങ്ങളുടെ മുന്നിൽ, ഗുരുനാഥന്മാരുടെ മുന്നിൽ വാക്ക് തരികയാണ്. അദ്ദേഹത്തിന് ഇവിടുത്തെ മർദ്ദിതപക്ഷ പോരാളിക്ക് വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും, മർദ്ദിത സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും എന്റെ കടമയാണെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് സോളിഡാരിറ്റി വിളിച്ചപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ ആ ഹൃദയപൂർവ്വം അത് ഏറ്റെടുക്കുവാൻ കാരണം. ഞാൻ പറഞ്ഞു വന്നത്, 10 വർഷക്കാലം ആ തമിഴന്റെ തടവറയിട്ട് അദ്ദേഹത്തെ പീഡിപ്പിച്ചു. 100% നിരപരാധിയായി നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ നാസർ മദനി കേരള മണ്ണിലേക്ക് കടന്നു വന്നു. പൊതുസമൂഹം ബഹുസ്വരത ഒന്നടങ്കം അദ്ദേഹത്തെ സ്വീകരിച്ചു. ശംഖുമുഖം കടപ്പുറത്ത് നൽകിയ സ്വീകരണങ്ങളൊക്കെ നിങ്ങളെ കണ്ടതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് അബ്ദുൽ നാസർ മദനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: 15 കാലം ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ, ശിഷ്ടജീവിതം, ഇനിയുള്ള എന്റെ ജീവിതം എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇതാ മാറ്റി വയ്ക്കുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഇനിയുള്ള എന്റെ ജീവിതം എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്റെ പാർട്ടിക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്റെ വാപ്പയ്ക്ക് വേണ്ടി, ഉമ്മയ്ക്ക് വേണ്ടി ഒക്കെ മാറ്റിവെക്കുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ഇനിയുള്ള എന്റെ ജീവിതം
ശിഷ്ടജീവിതം ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് വേണ്ടി, പിന്നോക്ക വിഭാഗത്തിന്, മത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിന് വേണ്ടി, സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി ശിഷ്ടജീവിതം ഞാനിതാ സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, പ്രതിജ്ഞയെടുത്തത്. ആ പ്രതിജ്ഞയിൽ കാലൂന്നി നിന്നുകൊണ്ട് അദ്ദേഹം സംഘടനാ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനങ്ങളും മത പ്രബോധനങ്ങളുമായി നീങ്ങിയപ്പോൾ അബ്ദുൽ നാസർ മദനിയെ എങ്ങനെ വിട്ടാൽ വീണ്ടും നമ്മുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോയി തുടങ്ങും എന്ന് കണ്ട ചില ആൾക്കാർ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു. അദ്ദേഹത്തെ ബാംഗ്ലൂർ സ്ഫോടന കേസിലെ പ്രതിയാക്കി. നിങ്ങൾക്കറിയാം നെടുമ്പാശ്ശേരിയിലെ സമരമുഖം, ഏകദേശം നിരാഹാര സമരം 62 ദിവസം നമ്മൾ അവിടെ സമരം നടത്തി. നിരാഹാരം ഞാൻ ഉൾപ്പെടെയാണ് അന്ന് തുടങ്ങി വെച്ചത്. 10 ദിവസം നിരാഹാരം കിടന്നപ്പോൾ എൻ്റെ ശാരീരികാവസ്ഥ അസ്വസ്ഥമായി. ഞാൻ ശാസ്താംകോട്ട പത്മാവതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിനുശേഷം ഞാൻ വീണ്ടും വന്ന് സമരമുഖങ്ങളിൽ സജീവമായി നിൽക്കുകയായിരുന്നു. ഞാൻ ഇത് പറഞ്ഞു വരുന്നത്, ബാംഗ്ലൂർ സ്ഫോടനവും അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത കള്ളക്കഥകളാണെന്ന് എല്ലാവർക്കും അറിയാം. എവിടെ നിന്നോ ഒരു തടിയന്റെ ഇവിടെ നസീറിനെ കൊണ്ടുവരുന്നു. അങ്ങനെ കുടകിലെ സംഭവങ്ങള്. കാരണം നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇതൊന്നും പറയുന്നില്ല, കാരണം എല്ലാം നിങ്ങൾക്ക് അറിവുള്ളതാണ്. മദനി ചെയ്ത തീവ്രവാദം എന്തെന്ന് എന്റെ സഹോദരങ്ങൾക്കറിയാം. ആ മനുഷ്യൻ ആരായിരുന്നു നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് തീവ്രവാദത്തിന്റെ ഒരു 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 കണികയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? 30 വർഷക്കാലമായി. കാരണം എന്നെക്കാൾ മുമ്പ് അദ്ദേഹത്തെ നിങ്ങൾ കൈപിടിച്ചുയർത്തിയ അബ്ദുൽ നാസർ മദനിയെ കുറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരേണ്ട കാര്യം. കാരണം 30 വർഷമായി എനിക്കറിയാം അബ്ദുൽ നാസർ മദനി എന്ന മാനവികതയുടെ പ്രതീകമായ മനുഷ്യൻ ആരാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അബ്ദുൽ നാസർ മദനിക്ക് പിറകെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അബ്ദുൽ നാസർ മദനിയുടെ വചനങ്ങൾ, പ്രവാചക വചനങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാൻ തീർത്ത് തന്നെ പറയുന്നു. ഞാൻ തുറന്നു തന്നെ പറയുന്നതിൽ എനിക്ക് തീർച്ചയായിട്ടും ഒരു സങ്കുചിത ബോധം ഉണ്ടാകേണ്ട കാര്യമില്ല. പ്രവാചക വചനങ്ങൾ ജീവിതത്തിൽ പകർത്തി എന്റെ വിശ്വാസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും മാത്രമാണ് എന്റെ മുഖമുദ്ര. അബ്ദുൽ നാസർ മദനിയുടെയും അത് മാത്രമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ ഞാൻ പറയാൻ നിങ്ങൾക്ക് എവർക്കും അറിയാം. ജീവന്റെ വിലയുള്ള ഓരോ നിമിഷവും ആണ് കടന്നു പോകുന്നത്. അബ്ദുൽ നാസർ മദനിയുടെ ജീവന്റെ വിലയുള്ള ഓരോ നിമിഷവുമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം.